മച്ചാന്മാരെ സൺഡേ ആയിട്ട് നമ്മൾ പുറത്ത് വരെ ഒന്ന് കറങ്ങാൻ പോവാം. നമ്മുടെ ഏറ്റവും അടുത്ത് കറങ്ങാൻ പറ്റിയ ഒരു സ്ഥലത്തോട്ടാണ്, കുട്ടിക്കാനത്തോട്ടാണ് നമ്മൾ പോകുന്നത്. വലിയ മഴയൊന്നും ഇല്ലാത്തൊരു ദിവസം, ഞായറാഴ്ച. പിന്നെ എല്ലാവരും വീട്ടിലുണ്ട്, ആർക്കും പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ പതുക്കെ വളഞ്ഞെങ്ങാനത്തെത്തി. ശബരിമല സീസൺ ആയതുകൊണ്ടും പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ടും നല്ല തിരക്കായിരുന്നു വളഞ്ഞെങ്ങാനത്ത് ഞങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഒരു അരമണിക്കൂർ നേരം ഇവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ഏകദേശം ഞങ്ങളൊരു 4 മണിയോടുകൂടി വളഞ്ഞെങ്ങാനം എത്തി. വളഞ്ഞെങ്ങാനത്ത് നിന്ന് നമ്മൾ കുട്ടിക്കാനം എത്തുന്നതിന് ഒരു 1/2 കിലോമീറ്റർ മുന്നേ ആയിട്ട് ട്രാവൻസ് കോഫി പോയിൻറ്റിൽ നമ്മളൊന്ന് നിർത്തി. പൊന്നുമൊക്കെ ഉണ്ടല്ലോ കൂടെ, അപ്പോൾ പൊന്നിന് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ കയറിയിട്ടുള്ള, അപ്പോൾ അവിടെ നല്ല ചിക്കൻ ബിരിയാണി കിട്ടും. അപ്പോൾ അത് വാങ്ങാനായിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അമ്മയുണ്ട്, ലച്ചുണ്ട്, പിന്നെ നമ്മുടെ കടയിലെ റൂബിൾ എന്ന് പറഞ്ഞ ബായിയുണ്ട്, ബായിയുടെ വൈഫുണ്ട്, പൊന്നുണ്ട്, ഞങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ പതുക്കെ ഫുഡൊക്കെ മേടിച്ച് അവിടെ ഇരുന്ന് കഴിച്ചില്ല. അവിടെ നിന്ന് കുറച്ച് മാറി ഒരു എസ്റ്റേറ്റിലോട്ട് പോകുന്ന ഒരു വഴിയുണ്ട്. അപ്പോൾ ആ റൂട്ടിൽ വണ്ടി ഒതുക്കി. അവിടെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. സൈഡ് വശമാണെങ്കിലും നല്ല വലിയ കുഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിള്ളേർക്കും പൊന്നിനും അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളവിടെ നിന്ന് ബിരിയാണിയൊക്കെ കഴിച്ചു. വേസ്റ്റുകളൊന്നും അവിടെ തട്ടിയില്ല. നമ്മൾ വണ്ടിയുടെ ഡിക്കിയിൽ തന്നെ ഇട്ട് വീട്ടിൽ കൊണ്ടുവന്ന വേസ്റ്റൊക്കെ. കുട്ടിക്കാലത്ത് ഭയങ്കര മഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു 4:30-ക്കൊക്കെ അവിടെ എത്തുന്ന രീതിയിലാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷേ ഇന്ന് വലിയ മഞ്ഞൊന്നുമില്ല. പക്ഷേ മഞ്ഞില്ലെങ്കിലും നല്ലൊരു തണുപ്പുണ്ട്. നമ്മൾ പൊൻകുന്നത്തു നിന്ന് വരുമ്പോൾ അല്ലെങ്കിൽ ഹൈ റേഞ്ച് കയറി കഴിയുമ്പോൾ ഒരു കാലാവസ്ഥയ്ക്ക് ഒരു വ്യത്യാസം എന്തായാലും ഉണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പതുക്കെ കുട്ടിക്കാനത്തേക്ക് തിരിച്ചു വരിക. നമ്മൾ കുട്ടിക്കാനത്തുനിന്ന് ഈ എസ്റ്റേറ്റിലോട്ട് ഇച്ചിരി ഉള്ളിലേക്ക് കയറിയ ഒരു എസ്റ്റേറ്റാണ്. അത് നമ്മളെ കട്ടപ്പന പോകുന്ന റൂട്ടിലാണ്. നമ്മൾ തിരിച്ച് അവിടെ നിന്ന് റിട്ടേൺ വീണ്ടും കുട്ടിക്കാനത്തേക്ക് വരും. അപ്പോൾ പൊന്നു ഇങ്ങനെ ഐസ്ക്രീം അങ്ങോട്ട് പോയ വഴി ഐസ്ക്രീമിൻ്റെ ഒരു ചേട്ടൻ ഇങ്ങനെ വഴിയിൽ കിടപ്പുണ്ടായിരുന്നു വണ്ടിയിൽ. എന്നാലും പുള്ളി പോകാനുള്ള വഴിയില്ല. കാരണം നമ്മൾ ഏകദേശം ഒരു 5:30 ഒക്കെ ആറായപ്പോഴത്തേന് കുട്ടിക്കാനത്തേക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആ സമയത്ത് എന്താണെങ്കിലും ഐസ്ക്രീമിൻ്റെ ആൾ പോകാൻ വഴിയില്ല. എന്നാൽ ഐസ്ക്രീമിൻ്റെ ആളെ കണ്ടു എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു അവിടെ നിന്ന്. സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന്. വഴിയിലൊക്കെയാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ശബരിമല സീസണിൻ്റെ ഒരു തിരക്ക് ആ റൂട്ടിൽ അങ്ങനെ വലുതായിട്ട് വരത്തില്ല, എന്നാലും തിരക്കുണ്ട്, ന്യായം തിരക്കുണ്ടായിരുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ നേരെ കുട്ടിക്കാനത്തുനിന്ന് കുമളി പോകുന്ന റൂട്ടിലൊരു 1 കിലോമീറ്റർ അടുത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് അവിടെ ഒരു പൈൻ ഫോറസ്റ്റ് ഉണ്ട്. നമുക്ക് നേരെ, ഞാനവിടെ പോയിട്ടില്ല, ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അവിടെ നമ്മുടെ കടയിൽ നിൽക്കുന്ന ബായ് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്കൊന്ന് പോയേക്കാന്ന്. പക്ഷേ ഒത്തിരി ലേറ്റായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഏകദേശം ഒരു 5:45 വലിയ തിരക്കൊന്നുമില്ല. ഒരു 10 പേരടുത്തേ ഉള്ളൂ മുകളിലേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ടായിരുന്നു. കയറിപ്പോയ സമയത്ത് ഒരു ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്തോ അവിടെ ആന ഇറങ്ങിയതാണ് അതിന് തൊട്ടപ്പുറത്തെ സൈഡിലെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ഫോറസ്റ്റുകാരൊക്കെ താഴെ ഉണ്ടായിരുന്നു. അവർ കയറിക്കൊള്ളാൻ പറഞ്ഞു, കുഴപ്പമില്ല, പെട്ടെന്നൊരു 6:15 മുന്നേ തിരിച്ചിറങ്ങി വരണമെന്ന് പറഞ്ഞായിരുന്നു അവർ. പക്ഷേ ഈ പൈൻ മര ഫോറസ്റ്റ് കയറി നമ്മളങ്ങ് ചെന്ന് കഴിയുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നല്ല ചൂടൊക്കെയുള്ള സമയത്താണ് അവിടെ പോയി ഇരിക്കാനൊക്കെ നല്ല രസം. ഇരിക്കാനുള്ള ഈ മുള കൊണ്ടുള്ള നമുക്ക് ഈ ചെയർ പോലത്തെ സംഭവങ്ങളൊക്കെ അവിടെ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. എന്നാണെങ്കിലും ഇറങ്ങുമ്പോൾ നല്ല ക്ഷീണമാണ് കേട്ടോ. തെന്നിപ്പോവാതൊക്കെ സൂക്ഷിക്കണം പിള്ളേരെ കൊണ്ടൊക്കെ പോകുമ്പോൾ.
നമ്മളതിൻ്റെ ടോപ്പിൽ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് 6:15 ആയപ്പോഴേ നമ്മൾ തിരിച്ച് താഴെ ഇറങ്ങി. തിരിച്ച് നമ്മൾ പതുക്കെ വീട്ടിലേക്ക് തിരിച്ച് പോന്നു. അങ്ങനെയാണ്, വലിയ തണുപ്പില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു യാത്രയായിരുന്നു.